നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ വൻ ജനാവലിയെ സാക്ഷിയാക്കി മുഖ്യമന്ത്രിക്കും ADGP MR അജിത് കുമാറിനും എതിരെയും ആഞ്ഞടിച്ച് PV അൻവർ MLA. പോലീസിനെതിരെയും സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും പറഞ്ഞതിന് മുഖ്യമന്ത്രി തന്നെ കള്ളനാക്കി ചിത്രീകരിച്ചുവെന്ന് അൻവർ തുറന്നടിച്ചു. MR അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനത്തിന്റെ രേഖകൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും അൻവർ പ്രതികരിച്ചു. ADGPയെ സംരക്ഷിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് പാർട്ടി തന്നെ മറുപടി പറയണം. സ്വർണ്ണക്കടത്തിലടക്കം പോലീസിന് പങ്കുണ്ട്. പോലീസ് സേനയിലെ 25% ക്രിമിനലുകളാണെന്നും PV അൻവർ ആഞ്ഞടിച്ചു. ഞാൻ ഈ കേരളത്തിൽ വിശ്വസിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ, അറിയാം നമുക്ക്. അത് സഖാവ് പിണറായി വിജയനായിരുന്നു. ഇപ്പം ഈ കള്ളക്കടത്തും റിദാൻ വധക്കേസും മാമി കേസൊക്കെ അന്വേഷിച്ച് കുറേ പണിയുണ്ടല്ലോ. ഒരു പണിയില്ലാത്ത മണിക്കൂർ കൊണ്ട് DGPക്ക് സസ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങിപ്പോടാ അവിടുന്ന് പറയാൻ ഉള്ള തെളിവാണ്, ഡോക്യുമെന്റഡ് തെളിവാണ്. ഈ അജിത് കുമാർ വാങ്ങിക്കൂട്ടിയ സ്വത്തിൻ്റെ എല്ലാ രേഖകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ADGP അജിത് കുമാർ ഈ അന്വേഷണ സംഘം ഈ അന്വേഷണം നടത്തുമ്പോൾ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്നത് വലിയ പ്രയാസമാണ്. CM അൻവർ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഈ പോലീസിനെ മാറ്റിക്കഴിഞ്ഞാൽ വലിയ കള്ളക്കടത്ത് നടത്താനുള്ള സൗകര്യമുണ്ടാകുമല്ലോ, ആ ലോബിയെ സഹായിക്കാനാണോ ഈ അൻവർ ഈ വിഷയം ഉന്നയിച്ചത് എന്നതിലേക്ക് കൊണ്ടുവച്ച് നിർത്തിയിരിക്കുകയാണ്. അവസാനം മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി. എന്താ കേരളത്തിന്റെ സ്ഥിതി? സ്ഫോടകാത്മകമായ അവസ്ഥയിൽ നിൽക്കുന്നു. ഈ നാട് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? പോലീസിന്റെ ഒരു 10-25% പൂർണ്ണമായും ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. പിതൃതുല്യനായി കണ്ട മുഖ്യമന്ത്രി തന്നെ കള്ളനാക്കിയെന്ന് PV അൻവർ MLA. തെളിവുകൾ പുറത്തുവിട്ടിട്ടും സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു അന്വേഷണവും ഉണ്ടായില്ല. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച 5 മിനിറ്റ് അല്ല 37 മിനിറ്റാണ് നീണ്ടത്. സൂര്യൻ കെട്ടുപോയെന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞെന്നും PV അൻവർ ഇന്ന് നടത്തിയ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിരുന്നു. P ശശിയാണ് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ തകർത്തതെന്നും PV അൻവർ തുറന്നു പറഞ്ഞു. 37 മിനിറ്റ് ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ. 37 മിനിറ്റ് നിങ്ങൾക്കറിയാം. 9 പേജുണ്ട് ഇത്. അത് വായിച്ചു തീരാൻ തന്നെ 10-12 മിനിറ്റ് എടുക്കും. ആ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിലെ ഓരോ കാര്യങ്ങളും അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ ക്ലിയറായി പറഞ്ഞെടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളെടുക്കാനാണെന്നല്ല എനിക്കറിയില്ലായിരുന്നു. 2021 രണ്ടാമത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന CM-നെ കൊണ്ടാണ്. ഞാനടക്കം നിലമ്പൂരിൽ നിന്ന് ജയിച്ചത് CM-ൻ്റെ വോട്ടിൻ്റെ ഒരു ഭാഗം എനിക്കുള്ളത് കൊണ്ടാണ്. അന്ന് CM കത്തിജ്വലിക്കുന്ന സൂര്യനാണ്. CM-നെ ഇപ്പോൾ നാട്ടിലെ സ്ഥിതി അറിയാൻ ചോദിച്ചത്. അദ്ദേഹം ഒന്നും മിണ്ടില്ല, എൻ്റെ കണ്ണിലേക്ക് നോക്കുകയാണ്. ഞാൻ പറഞ്ഞു, CM ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. CM-ൻ്റെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 0-ൽ നിന്ന് അത് തിരിച്ച് 25% 30%-ലേക്ക് വെറുപ്പായി കേരളത്തിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കും ജനങ്ങൾക്കും മാറിയിട്ടുണ്ട് CM. ഇതാണ് സ്ഥിതി. എന്നിട്ട് ഞാൻ കൈനീട്ടി. CM ഇരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുന്നത്. ഞാൻ പറയാണ്, എൻ്റെ വാപ്പാനോട് ഞാൻ പറയല്ലേ, എൻ്റെ വാപ്പാനെ കൊടുക്കുന്ന ആൾ എന്നാണ്, അവനാണ് ഇതിൻ്റെ കാരണക്കാരൻ. CM ഒരു നിമിഷം അവിടെ നിന്ന് ഇരുത്തരുത്, വലിയ അപകടത്തിലേക്ക് പോവും. ഒന്നും മിണ്ടല്ല. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെതിരെയും PV അൻവർ MLA പ്രതികരിച്ചു. മുൻ SP സുജിത് ദാസിന്റെ പേര് കേൾക്കുമ്പോൾ മോഹൻദാസിന് തേഞ്ഞൊലിക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പാർട്ടി പിന്തുണച്ചില്ല. നേതാക്കളെ EN മോഹൻദാസ് തടഞ്ഞു എന്നും വെട്ടിത്തുറന്നു പറഞ്ഞു എന്ന് PV അൻവർ. തോൽപ്പിക്കാൻ പഠിച്ച പണി 18 നോക്കിയെന്നുമാണ് PV അൻവറിന്റെ ആരോപണം. ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട രാജ്യദ്രോഹികൾ അന്നെടുത്ത് കേൾക്കണങ്ങൾ. ഇന്നലെ അദ്ദേഹം നടത്തിയ പത്രപ്രസ്ഥാനം. ഈ കാണുന്നവരൊക്കെ കള്ളക്കടത്തുകാരാണ്, ഈ കാണുന്നവരൊക്കെ കൊള്ളക്കാരാണ്. ഒന്ന് നിങ്ങൾ സ്വയം അതിനുള്ളിൽ നോക്കണം. EN മോഹൻദാസിന്റെ സ്റ്റേറ്റ്മെന്റാ. എവിടത്തേക്കാ പോകുന്നത്? സുജിത് ദാസിന്റെ പേര് ഇങ്ങനെ പറയുമ്പോഴേക്കും ഇങ്ങനെ എന്താ അറിയോ, തേനൊലിക്കുക. ആരെ? മോഹൻദാസിന്റെ. ഈ സംസ്ഥാനം, ഈ ജില്ല കുട്ടിച്ചോറാക്കിയത് ഈ കോലത്തിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിച്ച്. രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇനി ഒരു ചോദ്യം വരും. എന്താ ചോദ്യം അറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ല ഏതാണ്? വന്നിട്ടില്ല ഇപ്പം. അപ്പോൾ കൊടുക്കും. ഏത്? മലപ്പുറം ജില്ല 50,000 45,000.
CPIM പുറത്താക്കിയതിന് പിന്നാലെ പല പാർട്ടികളും തന്നെ വിളിക്കുന്നുണ്ടെന്നും PV അൻവർ MLA പറഞ്ഞു. ഞാനായിട്ട് ഒരു പാർട്ടിയും ഉണ്ടാക്കില്ല. കേരളത്തിലെ ജനങ്ങൾ ചേർന്ന് പാർട്ടി ഉണ്ടാക്കിയാൽ താൻ ഉണ്ടാകുമെന്നും PV അൻവർ പ്രതികരിച്ചു. ചാപ്പയടിച്ച് തന്നെ വർഗീയവാദിയാക്കാൻ കഴിയില്ല എന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. എക്സസിന് പുറത്ത് കോൺഗ്രസിലും ലീഗിലും അല്ലാത്ത പാർട്ടിയിലൊക്കെ ആളുണ്ടല്ലോ, ഓലൊക്കെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ പോരണേ പോരി, ഞങ്ങൾ സ്വീകരിച്ചോളാം. അമ്മ പറഞ്ഞാടെ നിൽക്കട്ടെ, ഞാൻ ജനങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ജനങ്ങളോട് പറയാനില്ലൊന്ന് പറഞ്ഞു കഴിയട്ടെ. അപ്പം നിങ്ങൾ വേറെ പാർട്ടി ഉണ്ടാക്കുമോ? ചോദ്യമാണ്. ഞാൻ പറഞ്ഞു ജനങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ ജനം ഒന്നായിട്ടൊരു പാർട്ടിയായി മാറിയാൽ ആ കൂട്ടത്തിൽ ഞാനുണ്ടാവും എന്ന് പറഞ്ഞു. അൻവറിനെ അങ്ങനെ വർഗീയവാദിയാക്കാൻ നാലാള് ചാപ്പ കുത്താൻ നടന്നാൽ അത് നടക്കൂല. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്നും. വിപിൻ, ഈ മണിക്കൂറുകളോളം വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രിക്കെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഒക്കെ ആരോപണം ഉന്നയിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്ന അൻവർ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തിയ പ്രസംഗം, അതിലെ വിമർശനങ്ങൾ, പ്രതികരണങ്ങൾ എല്ലാം തന്നെ ഏറെ രാഷ്ട്രീയ പ്രസക്തിയുള്ളതാണ്. അപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസിനെതിരെയും ഒക്കെ ആഞ്ഞടിക്കുന്ന അൻവറിനെ കണ്ടു. പക്ഷേ ഒരു പുതിയ പാർട്ടി താനായി ഉണ്ടാക്കില്ല എന്നുകൂടി അൻവർ പറയുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഞാൻ നടന്ന് സംസാരിക്കും എന്നുകൂടി അൻവർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു? അതിലെ പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെയായിരുന്നു? സജിൻ, ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരുന്നത് CPM പ്രവർത്തകർ, അനുഭാവികൾ എത്രത്തോളം ഈ പരിപാടിയിലേക്ക് വരും, അവരുടെ ഒരു പങ്കാളിത്തം, പരസ്യമായിട്ടുള്ള ഒരു പിന്തുണ എത്രത്തോളം അർപ്പിക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ CPM പ്രവർത്തകർ തന്നെ എത്തി, പ്രാദേശിക സ്ഥാനത്തിരിക്കുന്ന ആളുകൾ തന്നെ ഈ പരിപാടിക്ക് എത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ തന്നെ അൻവർ എന്ന വ്യക്തിക്കല്ല, പക്ഷേ അൻവർ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള പല ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. അതിൽ പാർട്ടി എന്ത് നിലപാടെടുത്തു എന്നുള്ളത് ഈ പറയാതെ അൻവറിനെതിരെ പുറത്താക്കുന്ന ഒരു നടപടിയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് MLAക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സഖാക്കളായിട്ടുള്ള ആളുകൾ പോലും പങ്കുവച്ചത്. അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന് മാത്രമല്ല, കോഴിക്കോട് നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, എറണാകുളത്ത് നിന്ന് ഒക്കെ ഈ പരിപാടിയിലേക്ക് ആളുകൾ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ജനാവലിയായി, വൻ ജനപങ്കാളിത്തം ഉണ്ടായി. ഒരു പക്ഷേ അൻവറും കൂട്ടരും കരുതിയതിനേക്കാൾ മുകളിലേക്ക് അത് പോയി എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. അത് മലപ്പുറം ജില്ലയിൽ മാത്രം ഒതുങ്ങില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നീടുള്ളത്, ഇപ്പോൾ ആദ്യം മുതൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ, ADGPക്കെതിരെ RSS ബന്ധം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ന് ആവർത്തിക്കുകയാണ്, കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് പ്രധാനമായും ഇന്ന് PV അൻവർ ചെയ്തത്. ADGPയെ എന്തുകൊണ്ടാണ് മാറ്റാത്തത്, ADGPയെ എന്തിനെ സംരക്ഷിക്കണം, അതേ കാര്യം തന്നെ CPI ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അൻവർ ചോദിക്കുന്നത് മാത്രമാണോ നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതാണ് PV അൻവർ ഇന്ന് പ്രധാനമായും ചോദിച്ചത്. ഒപ്പം തന്നെ ഒരു പാർട്ടിയിലേക്ക് താൻ പോകുന്നില്ല, എന്നാൽ ജനങ്ങളെല്ലാം കൂടി ഒരു പാർട്ടി ആയി കഴിഞ്ഞാൽ അതിൽ താൻ ഉണ്ടാകും. അത് 2 വട്ടമാണ് PV അൻവർ ആവർത്തിച്ച് ജനങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ എന്റെ ഒപ്പം ഉണ്ടാകില്ലേ എന്നുള്ളത്. അതായത് ഏകദേശം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലേക്ക് തന്നെയാണ് PV അൻവർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ജനങ്ങളുടെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഇനി മലപ്പുറം ജില്ലയിൽ ഏകദേശം 11 മണ്ഡലങ്ങളിൽ ഇതുപോലുള്ള വിശദീകരണ യോഗങ്ങൾ വരും ദിവസങ്ങളിൽ നടത്തുന്നുണ്ട്. അവിടുത്തെ ഒരു ജനപങ്കാളിത്തം, അവരുടെ ഒരു പിന്തുണ, അതനുസരിച്ചിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം ഉണ്ടാവുക. നാളെ ഇതേ സമയത്ത് തന്നെ 6:30 തന്നെ മാമി വധക്കേസിലെ പോലീസിന്റെ പങ്ക്, പോലീസിന്റെ നിഷ്ക്രിയത്വം, ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പൊതുസമ്മേളനം കോഴിക്കോട് മുതലക്കുളത്തും PV അൻവർ നടത്തുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു പൊതുസമ്മേളനം PV അൻവറെ സംബന്ധിച്ച് ആത്മവിശ്വാസം കൂട്ടുന്നത് തന്നെയാണ്. പ്രജിത്ത്. ശരി, വിപിൻ സി വിജയനാണ് നിലമ്പൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. PV അൻവറിനെ സംബന്ധിച്ചത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നതാണ് ഇപ്പോൾ വിപിൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ. എന്തായാലും അദ്ദേഹം പ്രതീക്ഷിച്ചതിലും അധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ എന്താണ് ഇപ്പോൾ CPM എങ്ങനെ ഇതിനെ കാണുന്നു? ഇന്നത്തെ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെയും അവിടെ തടിച്ചുകൂടിയ ആൾക്കാരെയും അതിൽ പാർട്ടി വിട്ട് പുറത്തിറങ്ങിയ നേതാക്കളുണ്ടായിരുന്നു. അപ്പം ഈ പ്രവർത്തകരുണ്ടോ എന്നൊക്കെ കൃത്യമായി അവിടുത്തെ പ്രാദേശിക നേതൃത്വം അത് കൃത്യമായി തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ഇനി CPM എടുക്കുന്ന നിലപാട്? CPM അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അവരുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇനിയും പ്രതികരണങ്ങൾ ഉണ്ടാകും, നടന്ന് പ്രസംഗിക്കുമെന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറെ നാളുകൾ എന്തായാലും PV അൻവറും ഇനി പാർട്ടിയും തമ്മിലുള്ള ഈ പറയുന്ന ആശയ യുദ്ധവും അല്ലെങ്കിൽ അതല്ലാതെയുള്ള തുറന്നു പറച്ചിലുകളൊക്കെ നമ്മൾക്ക് കാണേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.